10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളെ കൊണ്ടുവന്ന് ഈ അംഗൻവാടിയിൽ അല്ലെങ്കിൽ LKG ചേർത്ത കാലത്തെ നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞൊരു വാചകമുണ്ട്. പക്ഷെ എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല രീതിയിൽ പാസ്സായി തരണം. ആ ഒരു 10ാം ക്ലാസ്സിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് ആണല്ലോ എന്നോർത്ത് നിങ്ങൾ വളരെയധികം ആശങ്കപ്പെടുകയും ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് ധാരാളം രക്ഷകർത്താക്കളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ അധ്യാപകർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്തോ കാര്യത്തിന് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ വിഷയം ഹിന്ദി സംബന്ധിച്ചാണ്. 10ാം തരത്തിലെ ഹിന്ദി പരീക്ഷയെപ്പറ്റി പറഞ്ഞാൽ ചിന്താക്ലേശത്തിന് യാതൊരു ആവശ്യവുമില്ല. എന്താണ് കാരണം? 5ാം ക്ലാസ് മുതൽ നമ്മൾ ഹിന്ദി പഠിക്കുന്നതാണ്. 5, 6, 7, 8, 9 കൊല്ലം 5 കഴിഞ്ഞ് പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഹിന്ദി കേട്ടാലറിയാം, ഹിന്ദി അത്യാവശ്യം വായിക്കാനറിയാം, ഹിന്ദിയിൽ ചെറിയ ചെറിയ ഉത്തരങ്ങൾ നിർമ്മിക്കാനും നമുക്കറിയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഉത്തരങ്ങൾ നിർമ്മിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഗൈഡിനകത്ത് വെച്ചത് എടുത്ത് അതുപോലെ എഴുതുകയോ ഏതെങ്കിലും സാറ് തരുന്ന നോട്ട് അതുപോലെ പകർത്തി എഴുതുകയോ ചെയ്യലല്ല നമ്മുടെ ധർമ്മമെന്ന് പറയുന്നത്. നമുക്ക് ഉത്തരങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യണം, നമുക്ക് ഉത്തരങ്ങൾ നിർമ്മിക്കണം. അതിനാവശ്യമായ ഭാഷാ സ്വാധീനം നേടാൻ വേണ്ടി പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ഈ ഭാഷയിലൂടെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ എല്ലായിടത്തും ഇടപെട്ട് നിൽക്കുന്നതിന് വേണ്ടി നമ്മളെ ഒരുക്കി എടുക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ചില പശ്ചാത്തലങ്ങളാണ് നമ്മുടെ പാഠങ്ങൾ. പാഠം കാണാതെ പഠിക്കലോ പാഠഭാഗത്തെ ചെറിയ 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 ചോദ്യോത്തരങ്ങളെല്ലാം കൂടെ കാണാപാഠമാക്കി വെക്കുകയോ ഒന്നുമല്ല നമ്മുടെ ഉദ്ദേശം. അതെല്ലാം ഇതിൻ്റെ ഭാഗം മാത്രമാണ്. 9ാം ക്ലാസ്സിലെ വലിയ പരീക്ഷയും എഴുതി കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കറിയാം, ഏത് ചോദ്യം ചോദിച്ചപ്പോഴും ആ ചോദ്യത്തിനോടൊപ്പം പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗവും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സന്ദർഭത്തിനെ ആധാരമാക്കി ഡയറി എഴുതൂ, ഈ രംഗത്തിനൊരു തിരക്കഥ നിർമ്മിക്കൂ, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ചോദ്യം വന്നത്. അപ്പോൾ നമുക്കെന്തറിയില്ല എന്നല്ല, നമുക്കെന്തൊക്കെ അറിയാം എന്ന് പരിശോധിക്കുന്നതാണ് ഇപ്പോഴത്തെ പരീക്ഷാ രീതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കയ്യിൽ ഏത് തരം സന്ദർഭങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്യുന്നതിന്, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ശേഷികൾ നമ്മൾ ആർജിച്ചിരുന്നാൽ പരീക്ഷയെന്നല്ല ഒരു രംഗത്തും പിന്നെ നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. ഹിന്ദിയെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞവയാണ്. പാഠവും പാഠഭാഗങ്ങളെയും മാറ്റി നിർത്തിക്കോളും. നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയാം, ഡയറി ഉണ്ടാക്കാൻ അറിയാം, വാർത്താലാപ് അല്ലെങ്കിൽ സംവാദ് തയ്യാറാക്കാൻ അറിയാം, ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ആസ്വാദന ടിപ്പണി തയ്യാറാക്കാൻ അറിയാം, ഒരു സിനിമയുടെ ആധാരമായ പട്കഥ അഥവാ തിരക്കഥയുടെ നിർമ്മാണ തുടക്കം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. പാഠപുസ്തകത്തിന് പുറത്തു നിന്നും ഒരു കവിത ചോദിച്ചാൽ അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതും അതിനൊരു തലക്കെട്ടുമൊക്കെ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇതൊന്നും അല്ലാതെ മറ്റൊരു പുതിയ ചോദ്യവും 10ലില്ല ഹിന്ദി എന്ന് പറയുന്ന ഭാഷാ വിഷയത്തിൽ. പാഠങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ആ പാഠത്തിൻ്റെ കഥ അറിഞ്ഞിരുന്നാൽ, ആ പാഠത്തിൻ്റെ സന്ദർഭങ്ങൾ അറിഞ്ഞിരുന്നാൽ, ആ പാഠത്തിലെ സംഭവങ്ങൾ അറിഞ്ഞിരുന്നാൽ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഏത് മലമറിക്കുന്ന രീതിയിലുള്ള ചോദ്യം വന്നാലും പുൽക്കൊടി തുമ്പ് പറിച്ചു വെക്കുന്ന ലാഘവത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടെൻഷനും ആ കാര്യത്തിൽ വേണ്ട. आज मैं पहली इकाई की पहली कहानी बीर बखूटी, इसके बारे में आपसे कुछ बातें कहना चाहता हूँ. बीर बखूटी नामक कहानी में कितने प्रश्नों की संभावना है. हमारी चर्चा तो आज इस विषय पर है. ബീർ ബഖൂട്ടി എന്ന് പറയുന്ന കഥയിൽ നിന്നും നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത് എന്ന് പറഞ്ഞാൽ, പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരും, അതിനുവേണ്ടി ഉത്തരം കാണാതെ പഠിക്കലല്ല, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഉത്തര നിർമ്മാണ പ്രക്രിയയിലേക്ക് ഈ പാഠത്തിൽ നിന്നും ഏതൊക്കെ സന്ദർഭങ്ങളാണ് എടുത്ത് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം ചിന്തിക്കാനാണ് ഞാനിവിടെ നിങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ആപ്നെ ബീർ ബഖൂട്ടി നാമക് കഹാനി സുനി ഹെ. വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഇതിനോടകം ഈ ആദ്യത്തെ കഥ കേട്ട് കഴിഞ്ഞു. ഞാനതിലെ കഥാപാത്രങ്ങളെയും ഇതിലെ സന്ദർഭങ്ങളെയും ഒന്നുകൂടി ഒന്ന് വേഗത്തിൽ പറയുന്നു. मुख्य पात्र साहिल नामक एक लड़का और बेला नामक एक लड़की हैं. वे दोनों 5वीं कक्षा में पढ़ते हैं, एक साथ खेलते हैं, एक साथ स्कूल जाते हैं, एक साथ पढ़ते हैं. एक ही स्कूल में 5वीं कक्षा में
एक ही डिविഷൻ में वे दोनों पास पास बैठते हैं. ഒരുമിച്ച് സ്കൂളിൽ പോവുകയും ഒരുമിച്ച് കളിക്കുകയും പഠിക്കുകയും ഒരുമിച്ച് ഒരു സ്റ്റാൻഡേർഡിലെന്നല്ല ഒരേ ഡിവിഷനിൽ തന്നെ അടുത്തടുത്തിരുന്ന് ആ ബാല്യകാലത്തിൻ്റെ സത്യസന്ധമായ കളങ്കരഹിതമായ ആ ഒരു കൂട്ടുകെട്ടിൻ്റെ സുഖവും സൗന്ദര്യവും ആസ്വദിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ബേലായും സാഹിലും. ലഡ്കി കാ നാം ബേല और लड़के का नाम साहिल. ये दोनों है इस कहानी के मुख्य पात्र. ഈ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ബേലായും സാഹിലുമാണ്. ഇതിനോടകം നിങ്ങൾ അവരെക്കുറിച്ച് ഒരുപാട് കേട്ട് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ബേലായുടെയും സാഹിലിൻ്റെയും ഒരു രൂപം മനസ്സിലേക്ക് കുറച്ചുകൂടി നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി ആധാരമാക്കി അടുത്ത സമയത്ത് ഇറങ്ങിയ ബാല്യകാല സഖി എന്ന് പറയുന്ന ഫിലിമിലെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഒന്ന് കണ്ടാൽ മതി. ആൺകുട്ടിയായ മജീദും പെൺകുട്ടിയായ സുഹറയും അവരുടെ കുട്ടിക്കാലത്ത് രസിക്കുന്നതും പാടുന്നതും ഒന്നിച്ച് സ്കൂളിൽ പോകുന്നതും ഒക്കെ ആയിട്ട് കുറേ രംഗങ്ങൾ അതിനകത്ത് കിട്ടുമ്പോൾ ആ മജീദും ഈ സാഹിലും തമ്മിലും ആ സുഹറയും ഈ ബേലായും തമ്മിലും നമുക്ക് ചില കണക്ഷൻസ് കാണാൻ സാധിക്കും. അവരാണിതെന്നല്ല, ചില കണക്ഷൻസ്, ചില ബന്ധം, ചില സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബേലായും സാഹിലും സബ് കഹീം വേ ദോനോം ഏക് സാത്ത് ഹെ, എല്ലായിടത്തും ഒരുമിച്ച് ഇടപെട്ട് നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ. ഇന്നുവരെ അവർ തമ്മിൽ ജനിച്ച് ഓർമ്മ വെച്ച് പിച്ച വെച്ച് നടങ്ങാൻ തുടങ്ങിയതിന് ശേഷം ഇന്നുവരെ അവർ തമ്മിൽ അകൽന്നിട്ടില്ല. ഇന്നുവരെ അവർ തമ്മിൽ യാതൊരു അലോസരങ്ങളും ഉണ്ടായിട്ടില്ല. വഴക്ക് വല്ല സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ കൂട്ടുകാർ തമ്മിൽ ഉള്ളതുണ്ടായിട്ടുണ്ടാവും. അല്ലാതെ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. വേ സച്ചേ ദോസ്ത് ഹേ, സച്ചേ ദോസ്ത് ഹേ വേ ദോനോ. ഹമാരെ ജീവൻ മേ സബ്സെ ബഡി സമ്പത്തി ഹേ ദോസ്തി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സൗഹൃദമാണ്. ഉസ് പ്രകാർ കി ദോസ്തി കെ ഉത്തം നിശാൻ ഹേ യേ ബേല ഓർ സാഹിൽ. അപ്രകാരമുള്ള കൂട്ടുകെട്ടിൻ്റെ സൗഹൃദത്തിൻ്റെ ഉത്തമ അടയാളങ്ങളാണ് ബേലായും സാഹിൽ. മുഖ്യതയാ ഇസ് കഹാനി മേ 5 പ്രസംഗ് ഹെ. ഹിന്ദി മേ പ്രസംഗ് ശബ്ദ കാ അർത്ഥ ഹെ സിറ്റുവേഷൻ, സന്ദർഭം. ഈ കഥയിൽ പ്രധാനമായും 5 സന്ദർഭമാണുള്ളത്. ഞാൻ ഓരോന്നോരോന്ന് ചുരുക്കി ഹിന്ദിയിൽ പറഞ്ഞ് അതിൻ്റെ ചുരുക്കം മലയാളത്തിലും തന്ന് ആ ഭാഗത്ത് വരുന്ന ചോദ്യം എങ്ങനെയുള്ളതാവാം എന്നുകൂടി പരാമർശിക്കാനാണ് ആഗ്രഹിക്കുന്നത്. पहला प्रसंग, द फर्स्ट सिचुएशन. स्कूल जाने के लिए बेला और साहिल सवेरे ही घर से निकले. वर्षा के बाद का प्रभात था. रास्ते के पास ही खेत है. दोनों खेत में बीर बहूटी को खोजते हैं. സ്കൂളിലേക്ക് പോകുന്ന വഴിയുടെ അരികിലാണ് പാടമുള്ളത്, കണ്ടം അല്ലെങ്കിൽ വയലുള്ളത്. ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഥ വടക്കേ ഇന്ത്യയിലാണല്ലോ നടക്കുന്നത്. ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രാണി ഈ മഴക്കാലത്തിന് ശേഷം ഈ കണ്ടങ്ങളിൽ കാണാറുണ്ട്. അതിനിങ്ങനെ പറക്കാനും കാണാനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നമ്മളൊക്കെ സ്കൂൾ ബസ്സിലല്ലാതെ സ്കൂളിലേക്ക് പോകുന്നവർ ചാമ്പയ്ക്കായും ലോലോലിക്കായും ഒക്കെ പറക്കിയെടുത്ത് വായിലിടുന്നത് പോലെ ഈ കണ്ടത്തിലെ ബീർ ബഹൂട്ടിയെ പറക്കാനും കാണാനും തൊടാനും നല്ല സ്പോഞ്ച് പോലെ മൃദുവായ പുറത്തോടുള്ള ആ വണ്ടിനെ ഒന്ന് സ്പർശിക്കാനൊക്കെ ഈ പിള്ളേർക്ക് വലിയ കൊതിയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കണ്ടത്തിലിറങ്ങുന്നു. बेला और साहिल खेत में बीर बहूटियों को खोजते हैं. बीर बहूटी इങ്ങനെ തിരക്കുന്നു. तब साहिल ने कहा, साहिल എന്തു പറഞ്ഞു? बेला देखो, इस बीर बहूटी का रंग तुम्हारे लाल रंग के रिबन जैसा ही है. ഈ ബീർ ബഹൂട്ടിയുടെ നിറം നിന്റെ ആ ചുവന്ന നിറത്തിലുള്ള റിബണിൻ്റെ കൂട്ട് തന്നെയാണല്ലോ പെണ്ണെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായും ബേലായുടെ ഒരു പ്രതികരണം ചിന്തിക്കാം. ഇങ്ങനെ രണ്ടുപേരും കൂടെ ബീർ ബഹൂട്ടി കണ്ടും തൊട്ടും അറിഞ്ഞും തിരക്കിയും ഇരിക്കുമ്പോൾ സ്കൂൾ കി പഹലി ഖണ്ഡി ബജി. ഫസ്റ്റ് ബെല്ലടിച്ചു സ്കൂളിൽ. ദോനോ സ്കൂൾ കി ഓർ ജാത്തെ ഹെ. ഇതാണ് ഒന്നാം സന്ദർഭം, പഹല പ്രസംഗ്. ഇവിടെ നിന്നും ഒരു ചോദ്യം വന്നിട്ടുള്ളത്, വരാവുന്നത്. बेला और साहिल खेत में बीर बहूटी की खोज में लगे रहते हैं. स्कूल की पगली खंडी बजी. इस प्रसंग के आधार पर दोनों के बीच का वार्तालाप तैयार करें. കണ്ടത്തിൽ ബീർ ബഹൂട്ടി തിരയുന്നതിനിടയിൽ സ്വാഭാവികമായും അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണവും സ്കൂളിലെ ഒന്നാം ബെല്ല് അടിക്കുന്നത് കേട്ടപ്പോൾ സംഭാഷണം നിർത്തി അവർ ധൃതിക്ക് സ്കൂളിലേക്ക് തിരിക്കുന്നതുമായ ആ രംഗത്തിൽ ഉണ്ടായേക്കാവുന്ന സംഭാഷണ ശകലങ്ങൾ ചേർത്തുകൊണ്ട് വാർത്താലാപ് തയ്യാറാക്കുക.
ചിലരൊക്കെ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു, ചുമ്മാ അങ്ങ് തയ്യാറാക്കിക്കോ എന്ന് പറഞ്ഞാൽ എവിടുന്ന് തയ്യാറാകാനാ? ഒന്നുമില്ല. ദേഖോ സാഹിൽ, ദേഖോ ബേല, ബീർ ബഹൂട്ടി, കിത്തനാ സുന്ദർ ഹെ, കിത്തനാ സുന്ദർ ഹെ, ഇങ്ങനെയൊക്കെ കൊണ്ട് എഴുതി കൊണ്ട് തുടങ്ങും. ഓ സുനാ ഹെ സ്കൂൾ കി പകലി ഖഡ്ഡി ബച്ചി ഹെ, ജാവോ ജൽദി ജാവോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് പോട്ടെ. പയ്യെ തിന്നാൽ പനയും തിന്നാം, 3-4 പന വേണേ തിന്നാം. അപ്പോൾ ഈ ഉത്തരം നമ്മൾ ആദ്യം ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾ വ്യക്തിപരമായിട്ട് ഈ ഉത്തരം തയ്യാറാക്കുക. ഈ സന്ദർഭത്തിൽ ഒരു പെണ്ണും ചെറുക്കനും, കൊച്ചു കുഞ്ഞുങ്ങളായ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞും ഈ പെണ്ണും പയ്യനും കൂടെ അവിടെ ഇരുന്ന് എന്തൊക്കെ പറയാം. ഇതിൻ്റെ നിറത്തെക്കുറിച്ച് പറയാം, ഇതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാം, ബെല്ലടിക്കാറായി എന്ന് പറയാം, അയ്യോ ബെല്ലടിച്ചു എന്ന് പറയാം, വാ വേഗം സ്കൂളിലേക്ക് പോകാമെന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾ വ്യക്തിപരമായി തയ്യാറാക്കുക. നിങ്ങൾ തയ്യാറാക്കിയ വർക്കുകൾ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് ഗ്രൂപ്പ് കാര്യമായി നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. അതിനുശേഷം സാർ അതെല്ലാം നോക്കി കറക്റ്റ് ചെയ്തു തരും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അധ്യാപകൻ്റെ ടീച്ചർ വെർഷൻ എന്ന് പറയുന്ന ഈ സന്ദർഭത്തെ ആധാരമാക്കി അധ്യാപകൻ തയ്യാറാക്കിയ ആ ഒരു സംഭാഷണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടേതും കൂട്ടുകാരുടേതും അധ്യാപകൻ്റേതും എല്ലാം കൂടി ചേർത്ത് അതിസുന്ദരമായ സ്വാഭാവികമായ ഭാഷ തിളങ്ങി നിൽക്കുന്ന സംഭാഷണം ആ രംഗത്തിന് അനുയോജ്യമായി നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഒന്നാം സന്ദർഭം. दूसरा प्रसंग तो इस प्रकार है, वे दोनों स्कूल की ओर जा रहे हैं. साहिल की कलम में स्याही भरवाने के लिए दोनों दुकान में पहुंचते हैं. बीच में पेन में जो स्याही बाकी थी उसे साहिल ने जमीन पर छिड़क दिया. दुकान में स्याही नहीं थी. साहिल ने जो कुछ किया है एक सुनकर दुकानदार कहता है, बच्चे बादल को देखकर घड़े को नहीं ठुलाना है. പിള്ളേർ രണ്ടും കൂടെ ബെല്ലടിച്ചു, സ്പീഡിൽ പോയി. ഇനിയിപ്പോൾ ധൃതിയ ഫസ്റ്റ് ബെല്ലടിച്ചല്ലോ. നമുക്കറിയാമല്ലോ പല പുള്ളികളും സൈക്കിളൊക്കെ തള്ളിക്കൊണ്ട് കയറി വരുന്നത്. അങ്ങനെ ഇവർ വിട്ടു പോവാണ്. അപ്പോഴാണ് സാഹിൽ പറയുന്നത്, കലമേ സ്യാഹി നഹി. സ്യാഹി എന്ന് പറഞ്ഞാൽ ഇങ്ക്, മഷി ഇല്ല എന്ന് പറയും. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ കടയിൽ ചെന്ന് രാവിലെ മഷിയൊക്കെ ഒഴിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ എങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. വായല ഇവിടെയൊക്കെ ഇനി മറുപോലെ വേറെയൊക്കെ മഷിയൊക്കെ ആകുമായിരുന്നു. അപ്പോൾ ഈ സ്യാഹി ഭർവാനെ के लिए दोनों बच्चे दुकान पहुंचते हैं. बीच में साहिल ने क्या किया, कलम में या पेन में जो स्याही बाकी बची थी उसे उसने जमीन पर छिड़क दिया. ഈ പേനയ്ക്കകത്ത് ബാക്കി ഉണ്ടായിരുന്ന മഷി തുറന്ന് കാര്യമായിട്ട് കുടഞ്ഞ് കളഞ്ഞ് കാലിപ്പേനായിട്ടുമാണ് ചെല്ലുന്നത്. ദുക്കാൻദാറിനെ ക്യാ കഹ, ദുക്കാൻ മേ സ്യാഹി നഹി ഹെ. എൻ്റെ പൊന്ന് കടമാമ, ആര് പറയുക, വേല, आप जानते हैं इसने क्या किया है. पेन में जो स्याही बाकी थी उसे उसने जमीन पर छिड़क दिए. ശകലം മഷി, രാവിലത്തെ 2 പീരീഡ് എഴുതാനുള്ള മഷി, ഇൻ്റർവെൽ വരെ എഴുതാനുള്ള മഷി ആ പേനയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ഈ വണ്ടി ഇറക്കാൻ അത് മുഴുവൻ കുടഞ്ഞ കളഞ്ഞ മാമ. അപ്പോൾ കടക്കാരൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹീൻ ഠുലാനാ ഹെ. മക്കളെ, കാർമേഘം ആകാശത്ത് വന്നു എന്ന് കരുതി വെള്ളം കോരി വെച്ചിരിക്കുന്ന കുടം ചരിച്ചു കളയുന്നത് മണ്ടത്തരമല്ലേ? ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹീൻ ഠുലാനാ ഹെ. ആകാശത്ത് മേഘം വന്നു, മഴ പെയ്യും എന്നൊക്കെ വിചാരിച്ച് വെള്ളം കോരി വെച്ചിരുന്ന ആ വെള്ളം കമഴ്ത്തിക്കളഞ്ഞ് കുടം കാലിയാക്കുന്നത് മണ്ടത്തരമല്ലേ എന്ന് കടക്കാരൻ ചോദിക്കുന്നു. ദുക്കാൻദാറിനെ കഹ, ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹീം ഠുലാനാ ഹെ. ദുക്കാൻദാറിനെ ഐസ ക്യോം കഹ. ഇത് ചെറിയ ചോദ്യമായി പാഠത്തിനകത്ത് നിന്ന് തന്നെ വരുന്നതാണ്. ഈ ചോദ്യം പുസ്തകത്തിനകത്ത് പാഠത്തിനകത്ത് ബോക്സായിട്ട് കിടപ്പുണ്ട്. അതങ്ങനെ തന്നെ ചോദ്യം. ഉത്തരം എന്താണ്? യഹി പ്രസംഗ് ഉസ്കാ ഉത്തര ഹെ. ഈ സന്ദർഭം അതിന് ഉത്തരമായിട്ട് എഴുതണം. ബേല और साहिल दुकान पहुंचते हैं. साहिल की कलम में स्याही भरवाने के लिए पेन में जो स्याही बाकी थी उसे साहिल ने जमीन पर छिड़क दी. तब दुकानदार एक बात समझकर एक कह देता है कि बादल को देखकर खड़े को नहीम ठुलाना है. ആകാശത്ത് കാർമേഘത്തെ കണ്ടാൽ ഉടനെ കുടം കമഴ്ത്തി കളയുന്നവൻ ഭൂലോക മണ്ടനാണ് എന്ന് ദുക്കാൻദാർ അടിവരയിട്ട് പറയുന്നത് നമുക്കൊരു വെറും ഒരു ചോദ്യോത്തരമെന്ന് മാത്രമല്ല, ഈ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണത്. അതിൻ്റെ ഉത്തരം ഹൃദിസ്ഥമാക്കി വെച്ചാൽ, ഈ സന്ദർഭമെന്നല്ല, ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തു നിന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഒരു സന്ദർഭത്തെ ഓർത്ത് ഉത്തരം എഴുതാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ കണ്ടെത്തലെ രംഗത്തിൽ നിന്നും വാർത്താലാപ്,
അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ രംഗത്തിൽ നിന്നും കടക്കാരൻ്റെ ചോദ്യത്തിനുള്ള കാരണമെന്ത് എന്ന ചോദ്യോത്തരം. तीसरा प्रसंग तो इस प्रकार है. स्कूल में गणित का अध्यापक है, उनका नाम है सुरेंद्र जी. പള്ളിക്കൂടത്തിലൊരു കണക്ക് സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് सुरेंद्रन जी. उसने क्या किया? गणित का मास्टर सुरेंद्र जी हमेशा छात्रों को थप्पड़ मारने वाला है. നന്നായിട്ട് അടിക്കുകയും ഞുള്ളുകയും മാന്തുകയും അള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാറാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സാറുമാരെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല. പക്ഷേ സുരേന്ദ്രൻ സാറിന് കണക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അതോ കണക്കിനോട് കണ്ടമാനം സ്നേഹമുള്ളത് കൊണ്ടാണോ പിള്ളേരാരും ശരിക്കും കണക്ക് പഠിക്കാത്തതുകൊണ്ടാണോ എന്നറിയാൻ വയ്യ. എന്തായാലും കൊള്ളാം, എപ്പോഴും ഞുള്ളുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാറാണ്. പിള്ളേർക്ക് സാറിന് പേര് കേൾക്കുന്നത് ഭയങ്കര ഭയമാണ്. कारण के बिना एक दिन उन्होंने बेला को डांटा. കണക്ക് ചെയ്തില്ലെന്നോ ചെയ്തത് തെറ്റാണോ എന്നൊക്കെ എന്തോ ഒരു കാരണം പറഞ്ഞ് അധ്യാപകൻ ഒരു ദിവസം ബേലാക്കോ ഡാണ്ട, ബേലായെ കണ്ടമാനം ചീത്ത പറഞ്ഞു, കണ്ടമാനം വഴക്ക് പറഞ്ഞു. ഒരു ബാൽ പകടുക്കർ ഫെങ്ക് ദിയ, തലമുടിക്ക് കൈ കുത്തിപ്പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തി. അവർ ഗണിതക്കാ ജോ നോട്ട്ബുക്ക് ഹേ ഉസേ ബി ഫെങ്ക് ദിയ, ആ കണക്ക് ചെയ്തുകൊണ്ടിരുന്ന നോട്ട് ബുക്കും വലിച്ചെറിഞ്ഞു. बेला डर कर कांप रही थी. मास्टर जी के पास से बेला साहिल के पास पहुंची. പക്ഷേ बेला डर कर बहुत दुखी हो गई. लेकिन स्वाभाविक रूप से बेला से अधिक दुखी कौन है? हम साहिल हैं. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് അകാരണമായി കണക്ക് സാറിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ആ സങ്കടം, ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ബേലായേക്കാൾ ദുഃഖവും പ്രയാസവും ഉണ്ടായത് സാഹിലിനാണ്. തോ യഹാം ഏക് പ്രശ്നയ്ക്ക് സംഭാവന ഹേ. ഇവിടെ ഒരു ക്വസ്റ്റ്യനുള്ള സാധ്യതയുണ്ട്. വഹ പ്രശ്ന ഇസ് പ്രകാർ ഹേ, സാഹിൽ കി ഉസ് ദിൻ കി ഡയറി ലിഖേ. ഗണിത അധ്യാപകനിൽ നിന്ന് ബേലായ്ക്ക് ഒരു മോശപ്പെട്ട പെരുമാറ്റം അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഏറ്റവും ദുഃഖിതനായി മാറിയ സാഹിൽ കി ഉസ് ദിൻ കി ഡയറി ലിഖേ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, സാഹിൽ കി ഉസ് ദിൻ കി ദൈനികി യാ ഡയറി ലിഖേ എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണമെങ്കിൽ അവിടെ തീർച്ചയായും ഈ സുരേന്ദ്രൻ മാസ്റ്റർ മുതൽ ഈ ബേല സങ്കടപ്പെട്ട് വന്നിരുന്നത് വരെയുള്ള പാഠഭാഗത്തിൻ്റെ ഒരു പീസ് നമുക്ക് തന്നിരിക്കും. ഇസ്ലിയേ ഹി പരേശാനിക്ക് കൊയ് ബാത്ത് നഹി. രംഗം ഇതിന് പാഠപുസ്തകം ഒന്നും വേണ്ട. കണക്ക് സാർ ബേലായെ വഴക്ക് പറയുന്നു, ബേല വല്ലാതെ ദുഃഖിതയാകുന്നു. ഞാനൊന്നും ചെയ്യാഞ്ഞിട്ടാണല്ലോ ഈ സാർ ഞാൻ ചെയ്തത് ശരിയായിട്ട് പോലും എന്നെ ഇങ്ങനെ കണ്ടവാനം ഉപദ്രവിച്ചല്ലോ, എൻ്റെ നടപടി. അതുപോലെ തന്നെ ബുക്ക് എടുത്തെറിഞ്ഞു, എന്നെ ഒരുപാട് ചിത്ത വിളിച്ചു, കണ്ടവാനം പ്രയാസം. അങ്ങനെ അവൾ ഒന്ന് കരഞ്ഞു. സാഹിലിൻ്റെ അടുത്തിരുന്നപ്പോൾ കൂട്ടുകാരിക്കുണ്ടായ ദുഃഖത്തിൽ സാഹിലിനുണ്ടായ കണ്ടമാനമായ പ്രയാസം, അതിനെ ആധാരമാക്കി ഹംഗോ ദൈനികി തയ്യാർ കർണി ഹേ. അപ്പോൾ 1, 2, 3 സന്ദർഭത്തിൽ 3 ചോദ്യങ്ങളായി. വയലിലെ സന്ദർഭത്തിൽ നിന്നും വാർത്താലാപ്, കടയിലെ സന്ദർഭത്തിൽ നിന്നും डायरेक्ट क्वेश्चन आंसर, और तीसरा प्रसंग तो गणित मास्टर से संबंधित है, वहाँ से साहिल की डायरी. और चौथा प्रसंग, നാലാമത്തെ രംഗമെന്ന് പറയുന്നത്, मैंने आपसे बताया कि बेला और साहिल सबका ही एक साथ है. सभी कार्यकलापों में वे एक समान ही होते हैं. ഏത് കാര്യത്തിൽ രൂപവും നിഴലും പോലെ അവർ ഒരുപോലെയാണ്, ഒന്നിലും അവർ തമ്മിൽ വ്യത്യാസമില്ല. एक दिन बेला छत से गिरने के कारण उसके सिर पर चोट लगी और वहाँ सफ़ेद पट्टी बांधनी पड़ी. ഈ പെങ്കൊച്ചൊരു ദിവസം വീട്ടിൽ ഞായറാഴ്ചയോ ശനിയാഴ്ച ഏതാണ്ട് ടെറസിൻ്റെ മണ്ടയ്ക്കെങ്ങാണ്ട് കയറി, മഴയൊക്കെയുള്ള സീസൺ, അത് കഥയുടെ ആദ്യം പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണല്ലോ അവർ കണ്ടത്തിലിറങ്ങിയതും ഒക്കെ. അപ്പോൾ ഈ ടെറസിൽ നിന്ന് വീണിട്ട് അവിടെ മൂലയ്ക്കെങ്ങാണ്ട് ഇനി തല മുട്ടിയിട്ട് ഒരു കുഞ്ഞു മുറിവ് വന്നു. ചോട്ട് ലഗി, ചോട്ടെന്ന് പറഞ്ഞാൽ മുറിവാണ്. ചോട്ട് ലഗി ഒരു വഹാം സഫേദ് പട്ടി ബാന്ധിനി പടി. സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിലെ വെള്ളപ്പട്ടിയും കൊണ്ട് ടെറസിൽ കയറിയെന്നല്ല, ഒരു വെളുത്ത തുണി കൊണ്ട് കെട്ടുമല്ലോ. ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കെട്ടുന്ന ഒരു തുണി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവിടെ അവർക്കൊരു മുറിവ് വെച്ച് കെട്ടേണ്ടി വന്നു. ഇപ്പോൾ അവിടെ തലയിൽ ചുവന്ന റിബൺ കെട്ടിക്കൊണ്ട് നടന്ന ബേലയുടെ തലയിൽ ഇപ്പോൾ ഒരു വെള്ള മുറിവിൻ്റെ കെട്ടാണ് കാണുന്നത്. അടുത്ത ദിവസം ബേല സ്കൂളിൽ വന്നു. സാഹിൽ ഇത് കണ്ടു. അവന് സ്വാഭാവികമായും പ്രയാസമൊക്കെ വരും. അവൻ അവളെ വിളിച്ചുകൊണ്ട് കളിക്കാനൊക്കെ പോയി. ഗാന്ധി പ്രതിമയുടെ അടുത്ത് കളിക്കാൻ പോകുന്നു. ഒരു സ്ഥലമെന്നുള്ളതേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായി കളിയും ചിരിയൊക്കെ കണ്ടപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ കൂടുതൽ ചിരിക്കുന്നതായി കഥാകൃത്തിന് തോന്നുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കയാണ് ആ ഭോലാപ്പൻ, ബച്ചോങ്ക വക് ഭോലാപ്പൻ, അവരുടെ നിഷ്കളങ്കത. ഏ ദേഖക്കർ ഗാന്ധിജി അധികാരി ഹസ്തേ ഹേ.
കൂടുതൽ കൂടുതൽ ചിരിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ബേലായും സാഹിലും തമ്മിലൊക്കെയുള്ള ആ ഒരു ആത്മാർത്ഥമായ സൗഹൃദത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടാണ് ആ സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്നത്. എന്തായാലും കൊള്ളാം. ബേലയുടെ തലയിൽ ഇപ്പോൾ സഫേദ് പട്ടി ബാന്ധി പടീഹൻ, വെള്ള തലക്കെട്ടുമൊക്കെ ആയിട്ട് അവൾ വരുന്നു. തൊട്ടടുത്ത ദിവസം साहिल को क्या हुआ, एक दिन के बाद साहिल स्टूल से गिर गया. രണ്ട് വേപ്പ് മരത്തിൽ ഏതാണ്ട് കയറി ഊഞ്ഞാലാണോ മറ്റോ കയറിയതാണ് സ്റ്റൂളിന് മണ്ടയ്ക്ക്. സ്റ്റൂൾ സേ ഗിർ ഗയാ और पैर में कील लग गई, 1 इंच गहरा गड्ढा हो गया और वहां भी सफेद पट्टी बांधी गई. സ്റ്റൂളിൽ നിന്നുള്ള പിടിച്ച് താഴെ വീണു. ശരിക്കും ഇറങ്ങാതിരുന്ന ഒരു ആണി ആ സ്റ്റൂളിൻ്റെ സൈഡിലെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അത് കാലയിലോട്ട് കൊണ്ട് കയറി ഒരു 1 ഇഞ്ച്, 1 ഇഞ്ച് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും കൊച്ചു പിള്ളേരല്ലേ, ഒരു ഇഞ്ച് ഒരു ആഴത്തിലൊരു മുറിവ് അവിടെ ഉണ്ടായി. ആശുപത്രിയിൽ പോയി. അവിടെയും എന്ത് വെച്ച് കെട്ടി? സഫേദ് പട്ടി. ദോനോ ബച്ചേ അസ്പതാൽ മേ ആപ്പസ് മിൽത്തേ ഹെ, രണ്ടുപേരും ആശുപത്രി വെച്ച് കാണുന്നു. ഹസ്തേ ഹെ ദോനോ ഖൂബ് ഖുഷ് ഹോ ജാത്തേ ഹെ, കണ്ടമാനം സന്തോഷമുള്ളവരാകുന്നു. കാരണം ബേലയുടെ തലയിൽ സഫേദ് പട്ടി और साहिल के पैर पर सफ़ेद पट्टी. कहानीकार का उद्देश्य तो यही है कि सभी कार्यों में ये बच्चे एक समान है. അപ്പോൾ അത്രയും അടുപ്പമുള്ളവർ വീഴുമ്പോഴും വാഴുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും എല്ലാം ഒരേ ചിന്തയും ഒരേ ഭാവനയും ഒരേ സ്വഭാവവുമുള്ള ഈ കുഞ്ഞുങ്ങൾ, ആണെന്നും പെണ്ണെന്നുമുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ വേ ദോനോ സബ് കഹീം ഏക് സമാൻ ഹി ഹെ, ഒരേപോലെയാണ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ അവസാന ചോദ്യഭാഗവും അവസാന സന്ദർഭവും വരുന്നത്. 5വാം പ്രസംഗം, 5ാമത്തെ സിറ്റുവേഷൻ. वह स्कूल 5वीं कक्षा तक था. 5वीं कक्षा का रिजल्ट आया, वे दोनों पास हो गए. 5ാം ക്ലാസ് വരെയുള്ള ആ സ്കൂൾ രണ്ടുപേരും പാസ്സായി. क्या होने वाला है, എന്ത് സംഭവിക്കാൻ പോകുന്നു? आगे वे दोनों अलग अलग स्कूलों में पढ़ेंगे. इन्हीं അവർ വേറെ വേറെ സ്കൂളുകളിലേക്കാണ്. हॉस्टल में रहकर पढ़ने के लिए साहिल गाँव ही छोड़कर चला जाता है. हॉस्टल में रहकर पढ़ने के लिए साहिल एक गाँव ही छोड़कर चला जाता है. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ഗ്രാമം പോലും വിട്ട് സാഹിൽ പോവുകയാണ്. सोचिए दोनों की വേദന. കുട്ടിക്കാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ഒന്നിച്ച് നടന്നിരുന്നവർ, ഒന്നിച്ച് കളിച്ചിരുന്നവർ, ഒന്നിച്ച് പഠിച്ചിരുന്നവർ, എല്ലാത്തിലും ഒരേപോലെ ജീവിതത്തിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നവർ ഇതാ अलग अलग स्कूलों में पढ़ने के लिए जा रहे हैं. वे दोनों बच्चे भोले भाले, वे दो बच्चे संकट सागर में गिर पड़े हैं. സങ്കടത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ, അഗാധമായ ആ ദുഃഖത്തിൻ്റെ കടലിലേക്ക് ആ രണ്ട് കുഞ്ഞുങ്ങളും പതിച്ചിരിക്കുകയാണ്. दोनों बच्चे संकट सागर में पड़े हैं, दोनों की आंखों में आंसू भरा है. साहिल तो इस गांव को ही छोड़कर चले जाएगा? हाँ, पिताजी ने मुझसे कहा कि हॉस्टल में रहकर पढ़ना है, दूसरे गांव में मुझको जाना है. दोनों बच्चों की आंखों में आंसू भरा है. देखिए, बेला रिजल्ट कार्ड खाते में पकड़कर बीर बहूटी के रंग जैसा रिबन सिर पर रखकर चली जाती हैं. एक हम साहिल दूसरी ओर चला जाता है. क्या है? जुदाई का प्रसंग है. രണ്ട് കുഞ്ഞുങ്ങളും വേർപിരിയുകയാണ്, വിട പറയുകയാണ്. വേദനാ ഭരെ ഈ ദൃശ്യ के आधार पर പട്കഥാ की रचना करे എന്നാണ് നമുക്ക് ഇവിടെ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ. ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ ആ വേദനയും സങ്കടമൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. വേദനാ ഭരെ ഈ ദൃശ്യ के आधार पर പട്കഥ, തിരക്കഥയുടെ ഒരു സീൻ, ഈ ഒരു സീൻ നിർമ്മിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നു സാറേ, പട്കഥ നിങ്ങൾക്ക് എന്തുവാ സാറേ? ഒന്നുമില്ല. 9ാം ക്ലാസ്സിലെ നമ്മൾ പക്ഷി ഓർ ദീപക് കഹാനിയുടെ ആധാരമാക്കി പട്കഥ എഴുതിയവരാണ്. ദൃശ്യ
സമയ, പാത്ര, വേഷഭൂഷ, സംവാദം, ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും ഒരു പഴക്കഥയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം, ഈ കാര്യങ്ങളെ സമാവേശിപ്പിച്ചുകൊണ്ട് ഒരു പഴക്കഥ കൂടി എഴുതുമ്പോൾ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പാഠം ചുമ്മാ തന്നെ തീരും. കണ്ടത്തിനെ ആസ്പദമാക്കി വാർത്താലാപ്, അതുപോലെ തന്നെ കടയെ ആസ്പദമാക്കി ക്വസ്റ്റ്യൻ ആൻസർ, കണക്ക് സാറിനെ ആസ്പദമാക്കി ഡയറി, വിടപറയലിനെ ആസ്പദമാക്കി പഴക്കഥ. ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഥ മുഴുവൻ ഉത്തരങ്ങളും ഈസിയായി എഴുതാൻ കഴിയുന്നവരായി നിങ്ങൾ മാറും. പാഠപുസ്തകമൊക്കെ വന്നോട്ടെ. പാഠപുസ്തകം ഇപ്പോൾ വായിക്കാൻ പറ്റുന്നുള്ളതൊക്കെ വായിച്ചോളൂ. സാറിത് മുഴുവൻ എല്ലാ പള്ളിക്കൂടങ്ങളിലും വിവരിക്കാൻ നിങ്ങൾക്ക് വിവരണം കേൾക്കാൻ നേരം കിട്ടില്ലെന്നുള്ള ടെൻഷനൊന്നും വേണ്ടി. ഇങ്ങനെ 5 സന്ദർഭം വെച്ച് സ്വതന്ത്രമായിട്ട് ഈ വർക്കുകൾ നിങ്ങൾ ചെയ്തു വെക്കുക. वैयक्तिक रूप से आप कीजिए. इसके बाद कक्षा में ग्रुप कार्य के तौर पर हम इसकी चर्चा अधिक करेंगे और अंतिम तौर पर हम उत्तम उत्तर पर ज़रूर पहुँचेंगे. मैं जानता हूँ कि आसानी से ही आप सही उत्तर बना सकते हैं. आप कीजिए, शंका की कोई बात नहीं. और इस कहानी से एक तत्व भी हमें मिलता है. वह क्या है? मिलन और जुदाई जीवन के सत्य हैं. കൂടിച്ചേരലും വിടപറയലും രാത്രിയും പകലും പോലെ തന്നെ ഈ ജീവിതത്തിൻ്റെ 2 സത്യങ്ങളാണ്. അതെന്ത് സംഭവിച്ചാലും അതിലൊരിക്കലും നമ്മൾ ചിരകാലത്തേക്ക് സ്ഥിരകാലത്തേക്ക് തളർന്നു പോവാൻ പാടില്ല. ഉസി പ്രകാർ യാതൊരു വിധമായ തളർച്ചയും കൂടാതെ ധ്യാൻ സേ സബ് ബാतें कीजिए और ज़रूर SSLC की हिंदी परीक्षा में बीर बहूटी नामक कहानी से आपको मिलेंगे A+. धन्यवाद.